എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘടനകൾ, അക്രമങ്ങൾ, യുദ്ധങ്ങളൊക്കെ നടന്നത് ഒരു ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല. ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് പോലെ, ഇന്ന് നമ്മുടെ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് പോലെയുള്ള വെറും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഇതെല്ലാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്കക്ക് ഒക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹിയും അതേപോലെ അള്ളാഹു ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് നടന്നതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ഒന്നാമതായിട്ട് അക്രമത്തിന്റെ മാർഗത്തിലൂടെ കാരുണ്യവാനായ ദൈവം ഒന്നും സ്ഥാപിക്കാൻ തുനിയില്ല എന്നുള്ളതാണ്. കാരണം ദൈവം അത്രക്ക് പൊട്ടനോ കഴിവുകെട്ടവനോ അല്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാത്തിനും കഴിവുള്ള രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു തആല ഈ തരത്തിൽ അക്രമത്തിന്റെ മാർഗത്തിലൂടെ കൊള്ളയും കൊലയും നടത്തിയിട്ട് അള്ളാഹുവിന്റെ വചനം സ്ഥാപിക്കുന്ന ഒരു ഗതികേട് എന്തായാലും ദൈവത്തിന് ഉണ്ടാവില്ല. അതെല്ലാം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് കൊണ്ടാണ്, ആ അവസാന നിമിഷത്തിൽ അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായത് എന്നാണ് ചരിത്രം മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.